ഒരു ഓട്ടോമാറ്റിക് പ്ലാസ്റ്റർ മെഷീൻ ഉപയോഗിക്കുന്നതിനുള്ള ഈ ഘട്ടം ഘട്ടമായുള്ള ഗൈഡിലേക്ക് സ്വാഗതം. ഒരു ഓട്ടോമാറ്റിക് പ്ലാസ്റ്റർ മെഷീൻ ഉപയോഗിക്കുന്നതിന്റെ റെൻഡറിംഗ് മെഷീൻ എന്നും അറിയപ്പെടുന്ന ഒരു ഓട്ടോമാറ്റിക് പ്ലാസ്റ്റർ മെഷീൻ നിർമ്മാണത്തിലെ മാനുവൽ രീതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതലങ്ങളിൽ പ്ലാസ്റ്ററുകൾ അല്ലെങ്കിൽ മോർട്ടാർ അതിവേഗം പ്രയോഗിക്കുന്നു, ഓട്ടോമേറ്റ് ചെയ്യുന്നു, ചെലവ് കുറയ്ക്കുന്നു. ഓട്ടോമാറ്റിക് പ്ലേറ്റർ മെഷീന്റെ ഭാഗങ്ങൾ: ഹോപ്പർ ഉണങ്ങിയ സിമന്റ് മിശ്രിതം പിടിക്കുന്നു. സ്പ്രേ ഗൺ ഗ്രോട്ട് പ്രയോഗിക്കുന്നു. ഹൈ പ്രഷർ ഗേജ് മർദ്ദം അളക്കുന്നു. നോസൽ ഗ്രോട്ട് സ്പ്രേ നിയന്ത്രിക്കുന്നു. ഇലക്ട്രിക്കൽ ബോക്സ് ഇലക്ട്രിക്കൽ ഘടകങ്ങൾ വീടുകൾ. ടൂൾ ബോക്സ് ഓപ്ഷണൽ ഉപകരണങ്ങൾ സംഭരിക്കുന്നു. പവർ ലൈൻ വൈദ്യുതി വിതരണം ചെയ്യുന്നു. പിസ്റ്റൺ ഓപ്ഷണൽ കംപ്രസ്ഡ് എയർ ലേബൽ ചെയ്തേക്കില്ല. പ്രഷർ റിലീഫ് പൈപ്പ് സമ്മർദ്ദം പുറത്തുവിടുന്നു. എയർ കംപ്രസർ ഇൻലെറ്റ് പൈപ്പ്. പവർ ഡ്രിൽ. സമാനമായ ടൂളുമായുള്ള താരതമ്യം: പ്ലാസ്റ്ററിംഗിനായി ഒരു സ്റ്റാൻഡേർഡ് ട്രോവൽ സ്വമേധയാ പ്രവർത്തിപ്പിക്കുന്നു, അതേസമയം ഒരു ഓട്ടോമാറ്റിക് പ്ലാസ്റ്റർ മെഷീൻ പ്രക്രിയയെ ഓട്ടോമേറ്റ് ചെയ്യുന്നു, നിർമ്മാണ ജോലികളിൽ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ: സുരക്ഷാ കണ്ണട അല്ലെങ്കിൽ ഒരു മുഖം ഷീൽഡ്. സുരക്ഷാ ചെവി സംരക്ഷണം. സുരക്ഷാ പൊടി മാസ്ക്. സുരക്ഷാ കയ്യുറകൾ. കേടുപാടുകൾ പരിശോധിക്കുന്നതിനുള്ള സുരക്ഷാ ഷൂകൾ. ടൂൾ എങ്ങനെ ഉപയോഗിക്കാം? സുസ്ഥിരമായ ഒരു പ്രതലത്തിൽ മെഷീൻ സജ്ജീകരിച്ച് പവറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ആരംഭിക്കുക. വെള്ളവും പ്ലാസ്റ്റർ മെറ്റീരിയലും ശരിയായ സ്ഥിരതയിലേക്ക് കലർത്തി പ്ലാസ്റ്റർ മിശ്രിതം തയ്യാറാക്കുക. തയ്യാറാക്കിയ പ്ലാസ്റ്റർ മിശ്രിതം ഓവർഫിൽ ചെയ്യാതെ അതിന്റെ ഹോപ്പറിലേക്ക് ഒഴിച്ച് മെഷീൻ ലോഡ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഔട്ട്പുട്ട് നിരക്ക്, കനം, വേഗത, മർദ്ദം തുടങ്ങിയ ക്രമീകരണങ്ങൾ ക്രമീകരിക്കുക. പ്രവർത്തനം ആരംഭിക്കുന്നതിന് മെഷീനിൽ പവർ ചെയ്ത് പ്ലാസ്റ്റർ വിതരണം ചെയ്യുന്ന സംവിധാനം സജീവമാക്കുക. ഉപരിതലത്തിൽ മെഷീൻ സ്ഥിരമായി ചലിപ്പിച്ചുകൊണ്ട് പ്ലാസ്റ്റർ തുല്യമായി പ്രയോഗിക്കുക. പ്ലാസ്റ്റർ ലെവലുകൾ നിരീക്ഷിക്കുകയും ഓപ്പറേഷൻ സമയത്ത് ഹോപ്പർ ആവശ്യാനുസരണം നിറയ്ക്കുകയും ചെയ്യുക. ഉപയോഗത്തിന് ശേഷം മെഷീൻ പവർ ഓഫ് ചെയ്യുക. മെയിന്റനൻസ് നുറുങ്ങുകൾ: ഉപയോഗത്തിന് ശേഷം വൃത്തിയാക്കുക. ചലിക്കുന്ന ഭാഗങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യുക. തേഞ്ഞ ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കുക. ഉണങ്ങിയതും സുരക്ഷിതവുമായ സ്ഥലത്ത് സൂക്ഷിക്കുക. നന്ദി.